പരിശുദ്ധ നാമം ഈ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഭവനത്തിൽ നിന്ന് ശരീരം എത്തിക്കുവാനുള്ള കൃപ നൽകി ശിശുക്കളിലൊക്കെ അനുഗ്രഹമായി തീരുവാൻ കൃപ ചെയ്യട്ടെ. ശേഷാല ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട ദാസൻ സംബന്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ മാനുഷികമായ വേദനകൾ നമുക്കുണ്ടെങ്കിൽ തന്നെയും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നു. ദൈവമായ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഉള്ളതാം സങ്കീർത്തനം വായിച്ച് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. കർത്താവിനെ തലമുറയായി ഞങ്ങളുടെ സന്നിഹിതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായവരും നീ ഭൂമിയെ പൂമ്പെടുത്ത് നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മർത്തിനിപ്പിടിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുമെന്ന് അറിയ ചെയ്യുന്നു. 1000 സംവത്സരം ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു അമ്മ പോലെയും മാത്രം ഇരിക്കുന്നു. ഈ അവരെ ഒഴുക്കി കഴിയുന്നു. അവർ ഉറക്കം പോലെയത്രേ. അവർ രാവിലെ പോലെ ആകുന്നു. അത് രാവിലെ തളിച്ച് വളരെ വൈകല്യം അതിൻ്റെ വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ പ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അബദ്ധങ്ങളെ നിന്റെ മുമ്പിൽ ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിന് കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ നെടുവപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 20 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിൻ്റെ പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറഞ്ഞു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയിൽ കൈപ്പെടാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ ജ്ഞാനങ്ങളുടെ ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകൾ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. പോവുകയും മടങ്ങി വരണമേ. എത്രത്തോളം താമസം അതേങ്ങളോട് സഹതാശയോടും കൂടെ നമ്മുടെ വിശേഷത്തിൽ പങ്കുചേരുക. കർത്താവ് കൃപ ചെയ്യപ്പെട്ടിട്ടുള്ള നല്ല പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. നമുക്ക് കൂടിയ ശരി നമ്മൾ മറവിച്ചുവാൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നടക്കുന്നു. ബോഡി അടയ്ക്കുവാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വെട്ടിയടയ്ക്കും ദൈവത്തിന്റെ നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടട്ടെ. കൃപയാല ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് ഈ സമയത്തിലേക്ക് എത്തുവാൻ ദൈവമായ കർത്താവ് നമുക്ക് കൃപ ചെയ്തു. ദൈവം കൊടുത്ത ആയുസ് ഈ ഭൂമിയിൽ ജീവിച്ചു തീർക്കുകയും ദൈവത്തിന്റെ സമയമായപ്പോൾ പ്രിയവൃന്ദത്തിലേക്ക് ചേർക്കപ്പെടുവാനൊക്കെ നമ്മുടെയായി. ഇവിടെ നിൽക്കുന്ന എല്ലാവരും ഒത്തിരി സംസ്കാര ശുശ്രൂഷയിൽ പങ്കുചേർന്നവരാണ്. നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. എങ്കിലും ആ നിലയിലുള്ള ഒരു ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനുള്ള സമയം നമുക്കില്ല. 1-2 നമ്മുടെ സാഹചര്യങ്ങൾ ഒക്കെ നമുക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് ആ കാര്യത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ തിരുവനന്തപുരം ഓർപ്പിക്കുന്നത് ഒരിക്കൽ മരണത്തിന് ന്യായവതയും മനുഷ്യനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന് നമ്മെ ഓർമ്മിക്കുവാൻ പറ്റുന്ന ഇടയാകുന്നു. 100-ാം സങ്കീർത്തനം വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനമാണ്. തന്റെ സഹോദരനായി സമയത്ത് രേഖപ്പെടുത്തിയ ഒരു സങ്കീർത്തനമാണ് വായിക്കുവാൻ പറ്റുന്ന ഇടയായത്. നീ മർത്യനെ പുള്ളിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ ഓഹരിക്കായിട്ട് ഇടനേറ്റ് വരും എന്നുള്ള വലിയ പ്രത്യാശയോട് കൂടെ ആമേൻ. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ഭൗതികമായിരിക്കുന്ന ശരീരത്തെ മണ്ണിന് മണ്ണും പൂഴിക്ക് പൂഴിയുമായി ഏൽപ്പിക്കുവാൻ നമ്മിടയാകുന്നു. ആമേൻ. എത്രത്തോളം നമ്മെ സഹായിച്ച ദൈവത്തെ സ്തോത്രം ചെയ്യാമല്ലോ. ഹല്ലേലൂയ.
പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, വിലപ്പെട്ട നല്ല നിമിഷത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുക. കർത്താവ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഈ ലോകത്ത് എങ്ങനെ ജീവിച്ചുവെന്ന് ഞങ്ങൾക്കറിയാം. എങ്കിലും ഞങ്ങൾക്കൊരു വലിയ പ്രത്യാശയുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെ, ദൈവമായി കർത്താവ് ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തുമാറാകണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്ത് കർത്താവെ ഒരു സഹോദരനായിട്ട് പ്രിയപ്പെട്ടവൻ മാത്രമേ ഉള്ളായിരുന്നു. എന്നാൽ തന്റെ കാമ്യ രോഗക്കിടക്കയിൽ, തന്റെ കഷ്ടതയിൽ പ്രിയപ്പെട്ട സഹോദരിമാര്, അവിടുന്നായിരിക്കുന്ന സാമ്പത്തികം, അവിടുന്നായിരിക്കുന്ന സമയങ്ങൾ, അവിടുന്നായിരിക്കുന്ന കർത്താവെ എല്ലാ മേഖലകളും പ്രിയപ്പെട്ടതിന് വേണ്ടി കരുതുവാൻ തക്കണമിടയായി തീർന്നു. വളരെ ആത്മാർത്ഥമായി തന്റെ മാനസാന്തരത്തിന് വേണ്ടി കർത്താവെ ഒക്കെ പ്രാർത്ഥിക്കുവാൻ പ്രിയപ്പെട്ടവരെ ദൈവം സഹായിച്ചു. ഞങ്ങൾ വിശ്വസിക്കുന്നു തന്റെ രോഗക്കിടക്കയിൽ തന്റെ അനുതാപമുള്ളവനായി യേശു ക്രിസ്തുവിനെ കണ്ടു എന്ന് വിശ്വസിക്കുവാൻ തക്കണമിടയാകുന്നു. നീ അവരെ ആശ്വസിപ്പിക്കണമേ, ധൈര്യപ്പെടുത്തണമേ. കാഹളം ധ്വനിക്കും, 1000 വിശുദ്ധന്മാർ ഉയർക്കുന്ന പൊൻപുതിരിയില്ല പ്രിയപ്പെട്ടവനെ കാണാമെന്നുള്ള വലിയ പ്രത്യാശയാൽ ഞങ്ങൾ അമേൻ സെമിത്തേരി വിട്ട് മടങ്ങുവാൻ തക്കണമിടയാകുന്നു. ദൈവത്തിന്റെ കൃപ സാന്നിധ്യവും വാത്സല്യ കുടുംബത്തോടും യേശു സംബന്ധിക്കപ്പെട്ടതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കൂടെ അവിടെ കൂടെ ഇരിക്കുമാറാകണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് നിറയ്ക്കണം. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ, ദൈവത്തിന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ കാവലും പ്രാർത്ഥന വിഷയത്തോടും വിട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടും ദുഃഖത്തിലായിരിക്കുന്ന വാത്സല്യ കുടുംബാംഗങ്ങളോടും ശുശ്രൂഷ സംബന്ധിക്കപ്പെട്ട എല്ലാവരോടും കൂടെ മാറാത്ത കൃപ സാന്നിധ്യം ഇന്ന് മുതൽ എന്നേക്കും ഇരിക്കുമാറാകട്ടെ. ഇതുവരെ ചെയ്ത് നൽകുന്നത് സ്തോത്രം ചെയ്യാം. ലേലുയ ലേലുയ ലേലുയ. ആമേൻ. കർത്താവേ, വേഗം വരണമേ. ആമേൻ ആമേൻ. നാദം കേൾക്കുന്ന മാത്രയിൽ നാദം കേൾക്കുന്ന തീരാത്ത സന്തോഷം ഭാവിക്കുമാവാ. അവിടെ